ഓം നമോ ഭഗവതേ വാസുദേവായ. മനുഷ്യജീവിതത്തിൽ ചിലർ ഈശ്വരനെ നിരാകാരനായിട്ട് ഉപാസിക്കുന്നു. മറ്റു ചിലർ വിഗ്രഹങ്ങളിലും മറ്റു പ്രതീകങ്ങളിലും ഈശ്വരനെ ആരാധിക്കുന്നു. ഈ വിഗ്രഹങ്ങളിൽ അതുപോലെ പ്രതീകങ്ങളിൽ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ നിരാകാരനായിട്ട് ഈശ്വരനെ ഉപാസിക്കുന്നവരും ഒന്നു മാത്രമാണ് ലക്ഷ്യമാക്കുക. എന്താ ലക്ഷ്യം? മനസ്സിനെ ഈശ്വരസ്മരണയിൽ നിർത്തുക. ഏകാഗ്രമാകാതെ അലഞ്ഞുതിരിയുന്ന മനസ്സിനെ ബാഹ്യ ഉപാധികൾ കൂടാതെ ഈശ്വരനിൽ നിർത്തുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗമെന്താണ്? അതാണ് മാനസപൂജ. വളരെ ലളിതമായി മനസ്സിനെ ഈശ്വര ആരാധനയിൽ അല്ലെങ്കിൽ ഈശ്വര സ്മരണയിൽ ഉറപ്പിക്കുക. അതാണ് മാനസപൂജ. ഏതൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതുമായി താദാത്മ്യം പ്രാപിക്കുവാനുള്ള കഴിവ് മനസ്സിനുണ്ട്. ഏതൊരു കർമ്മഫലത്തെയും പ്രദാനം ചെയ്യുന്നതിൽ പ്രഥമ സ്ഥാനം മനസ്സിനാണ്. മനസ്സിലെന്താണ് നമ്മൾ വിചാരിക്കുക, അതാണ് കർമ്മഫലത്തെ നൽകുക. മനസ്സിൻ്റെ ഈ കഴിവാണ് മാനസപൂജയിൽ ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന പൂജയേക്കാൾ മാനസപൂജയിൽ വളരെ വേഗം നമുക്ക് ഏകാഗ്രത ലഭിക്കുന്നു എന്നാണ്. മാനസപൂജയിൽ എങ്ങനെയാണ്? ആദ്യം ഇഷ്ടദേവതയെ ഹൃദയത്തിൽ ഒരു മഹാസിംഹാസനത്തിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. സ്വർണസിംഹാസനത്തിൽ കരുണാവാരിധിയായിരിക്കുന്ന പൊന്നുഗുരുവായൂരപ്പൻ, അതല്ലെങ്കിൽ ലോകമാതാവായിരിക്കുന്ന ജഗദംബിക, മഹാത്രിപുര സുന്ദരി ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ഒരമ്മ എപ്രകാരമാണോ തൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചു, മുടിചീകി, തല തുവർത്തി, വസ്ത്രങ്ങൾ അണിയിച്ച്, കണ്ണെഴുതി, പൊട്ടുതൊട്ട് തയ്യാറാക്കുന്നത് പോലെ സ്വന്തം ഹൃദയകമലങ്ങളിൽ ആ ഇഷ്ടദേവതയെ സകല ഉപചാരങ്ങളോടുകൂടി പൂജ ചെയ്യുന്നതായി ഭാവന ചെയ്യണം. ശുദ്ധി ചെയ്തു, വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു, ആഭരണാദികളൊക്കെ അണിയിച്ചു, ദിവ്യങ്ങളായിരിക്കുന്ന അലങ്കാരങ്ങളൊക്കെ ചെയ്തു, സർവവിധമായിട്ടുള്ള ഉപചാരങ്ങളെയും നൽകി പൂജിക്കുന്നതായിട്ട് ഭാവന ചെയ്യണം എന്നാണ്. തുടർന്ന് ഈശ്വരനാമം ജപിക്കുക, ആ ദേവതയെ സ്തുതിക്കുക. പൂജയും ഉപചാരങ്ങളും ഗംഭീരമായോ എന്നല്ല, ഏതൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ആ ഉപചാരങ്ങളും അലങ്കാരങ്ങളും പൂജകളുമൊക്കെ മനസ്സാ അർപ്പിച്ചത്, ആ സമർപ്പണഭാവത്തിനാണ് പ്രാധാന്യം. മനസ്സുകൊണ്ടുള്ള അർപ്പണമാണ് അവിടെ ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സാക്ഷാൽ ജഗദീശ്വരൻ, ഈശ്വരൻ തൃപ്തിപ്പെടുന്നു എന്നിവിടെ ഓർമ്മിപ്പിക്കുക. ഇതാണ് മാനസപൂജയുടെ പ്രാധാന്യം. ഇവിടെ ഒരു കഥ ഓർമ്മ വരുന്നു. ഒരിക്കൽ ഒരു പൂജകൻ നിരവധി വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജ ചെയ്തു, അർച്ചിച്ചു.
നിരവധിയായിരിക്കുന്ന അലങ്കാരങ്ങളൊക്കെ ആ ഭഗവാനായിട്ട് ചെയ്തു. ശേഷം ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ഇനി എന്തെങ്കിലും അവിടത്തേക്ക് അർച്ചിക്കേണ്ടതായിട്ടുണ്ടോ? ഈ ചോദ്യത്തിൽ താനേതോ ഒരു വലിയ കാര്യം ചെയ്തു, താൻ എല്ലാം നൽകി എന്ന ഒരു അഹംഭാവം ആ പൂജകനുണ്ടായിരുന്നു എന്ന. അപ്പോൾ ആ പൂജകൻ്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ ആ പൂജകനോട് പറയുന്നു, ഇനി ഒരു പുഷ്പവും കൂടി അർച്ചിക്കുവാനുണ്ട്, അർപ്പിക്കുവാനുണ്ട്. അപ്പോൾ പൂജകൻ ചോദിച്ചു, ഭഗവാനെ, ഏതാണ് ആ പുഷ്പം? പൂജകനോട് ഭഗവാൻ മറുപടി പറഞ്ഞു, മാനസപുഷ്പം. അപ്പോൾ പൂജകൻ ചോദിച്ചു, ഈ മാനസപുഷ്പം എവിടെ കിട്ടും? ഭഗവാൻ മറുപടി പറഞ്ഞു, അത് നിന്റെ അടുത്തു തന്നെയുണ്ട്, നിന്റെ സമീപത്തിലുണ്ട് ആ മാനസപുഷ്പം. ഇത് കേട്ടതും പൂജകൻ മാനസപുഷ്പം തേടി യാത്രയായി. ഹൃദയമാകുന്ന ആ കമലത്തെ, ആ താമര ഇതളിനെ തൻ്റെ തൃപാദപത്മങ്ങളിൽ സമർപ്പിക്കണം എന്നാണ് പൊന്നുഗുരുവായൂരപ്പൻ ഉദ്ദേശിച്ചതെന്ന്. ഇത് മനസ്സിലാകാതെ ആ പൂജകൻ എന്ത് ചെയ്തു? മാനസപുഷ്പം തേടി യാത്രയായി. എത്രയെല്ലാം അലഞ്ഞിട്ടും ഈ മാനസപുഷ്പം ആ പൂജകന് ലഭിച്ചില്ല എന്നാണ്. ഒടുവിൽ ആ പൂജകൻ പൊന്നുഗുരുവായൂരപ്പൻ്റെ തൃപാദപത്മങ്ങളിൽ വന്നു. ആ പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കൃഷ്ണ, പൊന്നുഗുരുവായൂരപ്പ, ഭഗവാനെ, എങ്ങു നിന്നും അവിടുത്തെ തൃപാദങ്ങളിൽ അർപ്പിക്കുവാനുള്ള മാനസപുഷ്പം കിട്ടിയിട്ടില്ല. ഇനി എൻ്റെ ഹൃദയം മാത്രമേ അങ്ങേക്ക് തരാനുള്ളൂ. ആ ഹൃദയ കമലങ്ങളെ അവിടുത്തെ തൃപാദപത്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് തൃപ്തനായി തീരണേ. ഇങ്ങനെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തനോട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ പ്രിയ ഭക്ത, ഇതാണ് മാനസപുഷ്പം. ഞാൻ ആഗ്രഹിച്ച മാനസപുഷ്പമാണ് ഇപ്പോൾ നീ എൻ്റെ തൃപാദപത്മങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിഷ്കളങ്കതയുടെയും ആ പ്രേമത്തിൻ്റെയും പുഷ്പമാണ് എനിക്ക് ഏറ്റവും പ്രിയമായത്. കോടിക്കണക്കിന് രൂപ മുടക്കി 100 ആയുസ് പൂജ ചെയ്താലും എൻ്റെ സാമീപ്യം ഒരു നിമിഷം പോലും നിനക്ക് ലഭിക്കില്ല. ഭഗവാൻ പറയുകയാണ്, നിഷ്കളങ്കമായ മനസ്സുണ്ടെങ്കിൽ നിന്റെ പൂജയോ നിന്റെ ധനമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. അതെ, എല്ലാ ആധ്യാത്മിക സാധനകളുടെയും ലക്ഷ്യം മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രമാക്കുക എന്നതാണ്. മാനസപൂജയിലൂടെ അനായാസം നമുക്കത് സാധ്യമാകുന്നു. അറിവിൻ്റെ ലോകത്തിലേക്ക് ഓരോ പടി കയറുമ്പോഴും അറിയാൻ കഴിഞ്ഞതിനേക്കാൾ ഏറെ അറിയാനുള്ളതായി മനസ്സിലാകും. ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ പൊരുളും സ്നേഹം എന്ന 2 അക്ഷരത്തിൻ്റെ വ്യാപ്തിയും അറിയുമ്പോൾ സുഖകരമായ ഉറക്കത്തിനു ശേഷം നാം ഉണരുമ്പോഴുണ്ടാകുന്ന ആ സ്വച്ഛത അറിയാൻ കഴിയും. ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുസ്വാമിയും ശങ്കരാചാര്യസ്വാമികളും വ്യത്യസ്ത രീതികളിലൂടെ നമുക്ക് പകർന്നു തന്ന ആ ബ്രഹ്മജ്ഞാനത്തിൽ ആജീവനാന്തം ആമഗ്നരാകാൻ കഴിയും. അതാണ് മാനസപൂജ കൊണ്ട് ലഭിക്കുക. ആത്മാനന്ദം ലഭിക്കണമെങ്കിൽ മനസ്സ് നിശ്ചലമാവണം. ആ മനസ്സിൽ ഈശ്വരനെ ഉറപ്പിച്ച് മാനസപൂജ ചെയ്യാം. മുടങ്ങാതെ നിങ്ങളെ സൃഷ്ടിച്ച ആ ഈശ്വരനെ മാനസപൂജയിലൂടെ ആരാധിക്കുക.
നിങ്ങളുടെ മാതാപിതാക്കളെ സൃഷ്ടിച്ച ഈശ്വരൻ, നമ്മളുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സൃഷ്ടിച്ച ഈശ്വരൻ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ച ആ ശക്തി നിങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങളെ ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നാൽ നാം ഓരോരുത്തരും അത് മറന്നുപോകുന്നു. ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഈ മാനസപൂജ എന്ന ആ ഒരു ഭാവത്തിലൂടെ. ഭക്തി, ശക്തി, സമൃദ്ധി, ശാന്തി, മുക്തി, പൂർണ്ണത എല്ലാം മാനസപൂജയിലൂടെ ഈശ്വരാരാധന ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഈ നിമിഷം മുതൽ ഈശ്വരൻ എനിക്ക് സ്വന്തമാണ് എന്ന് വിചാരിച്ചു മനസ പൂജ ആരംഭിക്കും. ഏതു മതത്തിലെ, ഏതു ജാതിയിലെ ആളാണ് എന്നതൊന്നും ഈശ്വരന് വിഷയമേ അല്ല. ഈ ബന്ധം സ്ഥാപിക്കുവാൻ സമയത്തിൻ്റെ ആവശ്യമില്ല. ദുഃഖങ്ങളിൽ നിന്നും ഈശ്വരൻ നമ്മെ രക്ഷിക്കും. എനിക്ക് സന്തോഷം തരുന്നത് ഈശ്വരനാണ്. ഈ ഒരു വിശ്വാസം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവണം. എൻ്റെ ഏത് പ്രതിസന്ധിയിലും എന്നെ സംരക്ഷിക്കുവാൻ എൻ്റെ ഭഗവാൻ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാവണം. ഇതോടൊപ്പം മനസ്സ് നിർമ്മലമായി സൂക്ഷിക്കുവാനും ഇടയാവണം. അതിന് സാധന ചെയ്യുക, സമൂഹ നന്മയ്ക്കു വേണ്ടി കഴിയും വിധത്തിലുള്ള സേവനം ചെയ്യുക. ഇത്രയും നമുക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ ഒരു വിശ്വാസത്തോടുകൂടി ഈശ്വര ആരാധനയിലൂടെ മനുഷ്യജന്മത്തെ ക്രമപ്പെടുത്തുവാൻ, മനസ്സിനെ ശാന്തമാക്കുവാൻ, പരമാനന്ദം അനുഭവിക്കുവാൻ നമുക്കിടയാവട്ടെ.